നമസ്കാരം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ദിവസേന 500 മുതൽ 5000 രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഇതൊരു അടിപൊളിയായിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും മാത്രം മതിയാവും. നിങ്ങളുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടും ആവശ്യമാണ്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെയാണ്. അവിടെ ഒരുപാട് ബിസിനസ് ഐഡിയകളും ജോലികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രശസ്തനായ വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇതിനൂടെ കൂട്ടിച്ചേർക്കുകയാണ്. ഉറങ്ങുമ്പോഴും വരുമാനം ഉണ്ടാക്കാൻ ഒരു വഴി അത് കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ മരണം വഴിയും നമ്മൾ പണിയെടുക്കേണ്ടി വരും. അതിൽ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ദിവസവും നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുക. ആ വരുമാനത്തിൽ നിന്നാണ് നമ്മുടെ ദൈനംദിന ചെലവുകൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാറ്റിവെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്തും ബാലൻസ് ഉണ്ടാവാറില്ല. പൊതുവെ അങ്ങനെയാണ്, അധികം കടമാണ് ഉണ്ടാവാറ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഇതിനിടയിൽ വെച്ചിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ താഴോട്ട് തളർന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അതിന്റെ ഫാക്ട് ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ അതിനകത്തേ ഇല്ല. നമ്മൾ തനിയെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കാം, ചിലപ്പോൾ ട്രിപ്പ് പോയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പരിപാടി നമ്മൾ ചെയ്യുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സോഴ്സ് നമുക്ക് വരുമാനം വരണം. അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പഠിക്കുന്നത് ഞാൻ ഏകദേശം 2019 അതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് പറയാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒരൊറ്റ പ്രോജക്റ്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിലൂടെ നല്ല രീതിയിൽ വരുമാനം, ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് ദിവസേന 500 മുതൽ 5000 രൂപ വരെയാണ്. അതിനേക്കാൾ മേളിലൊക്കെ നമുക്ക് പല ദിവസങ്ങളിൽ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ 500, 1000, 1500 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വർക്കും ചെയ്യാതെ നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഇത്രയും നാളത്തെ അറിവിലുമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് വർത്തായിരിക്കും, ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഉറങ്ങുന്ന സമയത്തും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എനിവേ, എന്താണ് കോൺസെപ്റ്റ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിന്റെ പേരാണ് നെറ്റ് വാലെ എന്ന് പറയുന്നത്. ഡിജിറ്റലി ഉള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇത് സാധനം ബിൽഡ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇതിന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടുന്നു. ആ ഒരു വർഷത്തിന് ശേഷം ഇത് കുറച്ച് ഷട്ട് ഡൗൺ ചെയ്തു. ഷട്ട് ഡൗൺ സൈറ്റ് ക്ലോസ് ചെയ്യുന്നില്ല, ഒരു 6 മാസത്തോളം ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഒന്നും ചെയ്യാതെ വെക്കുന്നു. 6 മാസത്തിന് ശേഷം ഇതിൽ നിന്നും വീണ്ടും ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് അതിനുശേഷം വീണ്ടും മുന്നേറുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു വർഷമായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് വളരെ പ്രോപ്പറായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് കൺസെപ്റ്റ്? ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സോഫ്റ്റ്വെയറുകൾ, ഡാറ്റാബേസുകൾ, ഒരുപാട് കോഴ്സുകൾ, തീമുകൾ, പ്ലഗിൻ, ഇ ബുക്കുകൾ, ഗ്രാഫിക്സുകൾ, മറ്റുള്ള സർവീസുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിലൂടെ പേയ്മെന്റ് ചെയ്ത് ഉടൻ ആ സെക്കൻഡ് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സർവീസുകൾ, ഓൺലൈനിലൂടെയുള്ള സർവീസുകൾ എന്ന് പറയാം. ഇതിനകത്ത് 2 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ബുക്ക്, എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഫിസിക്കൽ ബുക്കും ഒരു സർവീസും, ഈ 2 മെനു ഞാൻ അഡീഷണൽ ആയി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ വരാത്ത ഒരു കാര്യമാണ്. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുത്തതാണ്. നമുക്ക് മറ്റൊരു മെത്തേഡ് മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കൂടി നമ്മുടെ സർവീസ് ഒരു പുസ്തകം ഉണ്ടായിരുന്നത് ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രം. സോ ബാക്കിയുള്ളവയൊക്കെയാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ വരിക. പേയ്മെൻറ്റ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതിൽ ഈ സൈറ്റിൽ പോയാൽ താഴെ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും. ഇന്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ A to Z മെത്തേഡുകൾ അടങ്ങുന്ന ഒരു മാർക്കറ്റിംഗ് ഗൈഡ് ഇവിടെ കാണാം. അതുപോലെ തന്നെ വാട്സപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോംബോ പ്ലാൻ ഇവിടെ കാണാം. അതിനകത്ത് സോഫ്റ്റ്വെയറുകൾ, അതിൻ്റെ കോഴ്സുകളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാക്കേജ്, ഒരു 1000 rupees ഒരു കിറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഡിജിറ്റൽ പ്രോഡക്റ്റ്. ഇത് ആരെങ്കിലും ബൈ ചെയ്താൽ ഉടനടി എന്ത് ചെയ്യും, പേയ്മെന്റ് ചെയ്ത് ഉടനടി അവർക്കത് പ്രോഡക്റ്റിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലൈസൻസ് കീ അതപ്പോൾ തന്നെ ജനറേറ്റ് ചെയ്ത് അവർ എത്രയോ PC-യിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വാട്സപ്പ് മാർക്കറ്റിംഗ് കോഴ്സും പഠിച്ച് അവരുടെ ബിസിനസ് അവർക്ക് പ്രൊമോട്ട് ചെയ്ത് സെക്കൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അങ്ങനെ ഒരുപാട് ടൂളുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പേയ്മെന്റ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു നൈറ്റിൽ നമ്മൾ ഉറങ്ങിക്കിടക്കണം. ഇപ്പോൾ ഈ നെറ്റ് വാലെ ബിൽഡ് ചെയ്തു, പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തു, ഞാനിവിടെ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോവാണ്. ഇതിൽ ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും. അവർ പർച്ചേസ് ചെയ്യുന്നു, പേ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം നൈറ്റിൽ ബ്രസീലിൽ നിന്ന് ഒരു ക്ലയൻറ്റ് പർച്ചേസ് ചെയ്തു. പലപ്പോഴും ഫ്രാൻസിൽ നിന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യത്തിന് വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്നും പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും 1 രൂപ നമ്മളെ കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു അമേസിംഗ് ആണ്, വലിയ കാര്യമാണ്, വലിയ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പല രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡേഴ്സ് വന്ന് പലരും പർച്ചേസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ നമ്മൾക്കൊരു കോൺഫിഡൻറ്റാണ്. എനിക്ക് തോന്നി ഇത്രയേ ഉള്ളൂ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മോഡൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംഭവങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് വലിയ കോമ്പറ്റീഷൻസ് ഇല്ല, കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റാണ്. വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല. നോർമലി ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ, ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് എടുത്താൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും എല്ലാവരും ഓൺലൈനിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ വെക്കുന്നു, ഫേസ്ബുക്കിലൂടെ വെക്കുന്നു, പലരും യൂട്യൂബിൽ വീഡിയോ ഇട്ട് പ്രോഡക്റ്റുകൾ വെക്കുന്നു, പെയ്ഡ് പ്രൊമോഷൻ നടത്തി. അങ്ങനെ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇ കോമേഴ്സ് എന്ന് പറയുമ്പോൾ. ഇത് ഇ കോമേഴ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ഫിസിക്കൽ പ്രോഡക്റ്റിൻ്റെ കേസിൽ, ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ കേസിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. വളരെ റെയറിലായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഈ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന് ശേഷം ഉണ്ടായിരുന്നു, അവരെല്ലാം പൂട്ടിപ്പോയി. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു വർഷം മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തു. ആ സമയത്ത് കുറച്ച് ആൾക്കാർ, ഒരു 10-25 ആൾക്കാർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷെ അവരെല്ലാം പൂട്ടിപ്പോയി. എൻ്റെ കൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ, എൻ്റെ കൂടെ അല്ല, ഇന്ത്യയിൽ എൻ്റെ അതേ സെയിം മോഡൽ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും പൂട്ടിപ്പോയി. അവരിൽ 1-2 ആൾക്കാരുടെ വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഒരു അപ്ഡേറ്റും ഇല്ല, പഴയ 1-2 പ്രോഡക്റ്റുകളുണ്ട്, അത് മാത്രമുണ്ട് ഇതിനകത്ത്. പക്ഷേ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തൊരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഡെയിലി ഒരു ടീമിനെ വെച്ച് അവർ സ്ഥിരമായിട്ടൊരു ഒരു പ്രൊഡക്റ്റ് ഒരു ദിവസം, അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു പോകുന്നു. എല്ലാ പ്രോഡക്റ്റും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ പ്രൊഫഷണലി ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ലൊരു വിജയത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു മെത്തേഡ് നിങ്ങൾക്കും അവലംബിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ, ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഭയങ്കര എക്സ്പെൻസ്. നോ, ഇതിന് വലിയ എക്സ്പെൻസോ കാര്യങ്ങളില്ല. കേവലം 1000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഇതുപോലെ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം ഒരു 15,000 രൂപയുണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും അതിലേക്ക് വരാം. എനിവേ, ഈ ഒരു സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് ഏകദേശം 370ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ദിവസത്തെ നമ്മുടെ എഫേർട്ടാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ, ഇത് ഈ വെബ്സൈറ്റിന് വേണ്ടി വന്നിട്ടുള്ള ചെലവിൻ്റെ കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഇതുപോലൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമുള്ളത് ഒരു ഡൊമൈൻ, ഒരു പേര് വേണം, അതിനൊരു ലോഗോ വേണം, അതിനൊരു സെർവർ വേണം, അതിനൊരു SSL സർട്ടിഫിക്കറ്റ് വേണം, ഇത്രയും കാര്യങ്ങൾ വേണം. ഇത് നല്ല രീതിയിൽ വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. ആൾക്കാർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. കസ്റ്റമറിൻ്റെ സപ്പോർട്ട് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു നല്ല ഒരു രീതിയിൽ നമ്മളിത് സർവീസസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് ചെയ്യാം. അതാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ക്വാളിറ്റി 100% അഷ്യൂർഡ് ക്വാളിറ്റി. ഇത്രത്തോളം നമ്മൾക്ക് എക്സ്പെൻസ് വരും. ഒരു 5,000 രൂപ ഇതിനും വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് 10,000 രൂപ. കോംപ്ലിമെൻ്ററി നമ്മളെടുത്തു നിന്നാണ് നിങ്ങളിത് ചെയ്യുന്നെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് 100 പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് അപ്പ് ചെയ്ത് തരും. 100 പ്രോഡക്റ്റുകൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് തരുമെന്നല്ല പറഞ്ഞ്, 100 പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ അതിന് ബാനർ ഉണ്ടാക്കി, ഇമേജ് ഉണ്ടാക്കി, പ്രോഡക്റ്റ് ഓരോന്നായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് 100 പ്രോഡക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. റെഡിമെയ്ഡ് സാധനമാണ്. സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കേജ് ഇവിടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു നിങ്ങൾ കാണാം നെറ്റ് വാലിയിൽ. ഇതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണാൻ പറ്റും. സ്റ്റാർട്ട് സെല്ലിംഗ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 15,000 രൂപ ഇത് വാങ്ങിക്കാൻ പറ്റും. 10 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഡെലിവറിയാണ്. സോ ഇതൊരു 7 ഡേയ്സ് കൊണ്ടൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് 24 മണിക്കൂറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. റെഡിമെയ്ഡ് ഡിജിറ്റൽ സ്റ്റോർ വിത്ത് 100 പ്രൊഡക്ട്സ്. കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇതിന് 1,00,000 രൂപയോളം പ്രോഡക്റ്റ് വരും. നോർമലി ഈ നെറ്റ് വാലിയിൽ നിങ്ങൾ കയറിയിട്ട് നോക്കുക, ഓരോ ഡിജിറ്റൽ പ്രോഡക്റ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 500 അതിന് മേലുള്ള റേറ്റ് വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 100 പ്രോഡക്റ്റ് വാങ്ങിക്കാൻ എത്ര പൈസ? ഒരു 100 രൂപയുടെ പ്രോഡക്റ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ പോലും 100 പ്രോഡക്റ്റിന് 10,000 രൂപ നിങ്ങൾക്ക് കോസ്റ്റ് വരും. 1000 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ എത്ര പൈസ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും? അത്രയും ഭയങ്കര എക്സ്പെൻസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ആ പ്രോഡക്റ്റ് ഞങ്ങൾ തരും, അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. അത് മാർക്കറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഉണ്ട്. ഇനി അടുത്തൊരു കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്, ഇതപ്പോൾ എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും? ഇതിന് എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള മെത്തേഡുകളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കോഴ്സ് നമ്മുടെ അതിനകത്തുണ്ട്. learn.vinishrohini.com. എൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്രോഫിറ്റ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഇത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റ്, വലിയൊരു ബിസിനസ് മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓരോ പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടി ലാൻഡിംഗ് പേജ് പോലെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അതിനും നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ പ്രോഫിറ്റ് ബ്ലൂ പ്രിന്റ് വാങ്ങിച്ചാൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ ഇതിനകത്ത് സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിനകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പേയ്മെന്റ് പ്രൂഫും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇത്രത്തോളം വരുമാനം ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈവ് ആയിട്ട് ഞാൻ പേയ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൂഫ് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് കോമ്പറ്റീഷൻ ഒന്നുമില്ലാത്ത ഒരു വലിയ ഒരു അട്രാക്റ്റീവ് ബിസിനസ് മോഡലാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ 500 മുതൽ ഒരു 5,000 രൂപ ഡെയിലി ഉണ്ടാക്കാം. ഒരിക്കലും ഒരു
വരുമ്പോൾ തന്നെ 5000 ഡെയിലി ഉണ്ടാക്കണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാകാൻ പാടില്ല. 100 രൂപ 200 500 അങ്ങനെ സ്കെയിലപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകും. വലിയ ലക്ഷ്യങ്ങൾ വെക്കുമ്പോഴാണ് എപ്പോഴും വലിയ ഫെയിലിയറുകൾ നമ്മൾ കാണുന്നത്. കാരണം അത് കിട്ടാത്തതുകൊണ്ടാണ് ആ ഫെയിലിയർ വരുന്നത്. നമ്മുടെ മനസ്സിൽ 100 രൂപ 500 രൂപ ടാർഗറ്റ് കൊടുത്താൽ ഡെയിലി 500 കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. 15000 മാസം 1000 രൂപ കിട്ടുമ്പോൾ 30000 കിട്ടുമ്പോൾ സോ ഹാപ്പി. ആ ലെവലിൽ നമ്മൾ ചെയ്തുകൊണ്ടാവും. സ്പെൻഡ് ചെയ്യുന്ന മണി ഒരു മാസം കൂടി തിരിച്ചു പിടിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. സോ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നേരിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ നേരിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ടീം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. അതിനുള്ള എല്ലാ ഐഡിയയും, കാരണം ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നമുക്ക് സാധിക്കുന്നതാണ്. netwala.com കയറിയിട്ട് ഇവിടെ എക്സ്ക്ലൂസീവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ പോവുക. താഴെ പോയിട്ട് ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് ഡിജിറ്റൽ സെല്ലിംഗ്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റെഡിമെയ്ഡ് ഡിജിറ്റൽ സ്റ്റോർ വിത്ത് 100 പ്രൊഡക്ട്സ്, ഇതിൽ ആഡ് ടു കാർട്ട് അടിക്കുക. ആഡ് ടു കാർട്ട് അടിക്കുമ്പോൾ ഇവിടെ കാർട്ടിനകത്ത് വരും. ദെൻ അത് കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പേര്, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളൊരു പാസ്വേഡ് കൂടി കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ ഐ ഹാവ് റീഡ് എഗ്രി വെബ്സൈറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അടിക്കുക. ദെൻ പ്ലേസ് ഓർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ വഴി നിങ്ങൾ ഈ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുക. ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം. ഇനി അല്ല നിങ്ങൾക്ക് ഡൗട്ട്സ് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടായി നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നെറ്റ്വാലയുടെ കസ്റ്റമർ കെയർ നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളും തരുന്നുണ്ട്. ഓൺലൈനിൽ ചെയ്യാൻ പറ്റാത്തവർ ഓഫ്ലൈനിലൂടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ കോൺടാക്ട് ചെയ്ത് അവർ അതുവഴിയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു ബിസിനസ് മോഡലാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പിലാണ്, എൻ്റെ ഉറപ്പാണ്. ഞാൻ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട പേയ്മെൻറ്റ് പ്രൂഫ് കാണാൻ പറ്റും. റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മോഡൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ റിയൽ ഉള്ള ഒരു കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉറങ്ങുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.